US സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ മരണം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എന്ന് സ്ഥിരീകരിച്ചു. യുക്രൈൻ സന്ദർശിച്ച് മടങ്ങിയെത്തിയ ഉടൻ മരണം സംഭവിച്ചതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ട്രംപിന്റെ അടുത്ത അനുയായിയായ ഗ്രഹാമിന്റെ പല നിലപാടുകളും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. Thank you, South Carolina. We did it. And I don't mean me, I mean we. നിലപാടുകളിലൂടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നയാളായിരുന്നു സൗത്ത് കരോലിനയിൽ നിന്നുള്ള US സെനറ്റർ ലിൻസി ഗ്രഹാം. വംശീയ വിദ്വേഷം വളർത്തുന്ന മതഭ്രാന്തനെന്ന് ഒരു കാലത്ത് ട്രംപിനെ വിശേഷിപ്പിച്ചയാളെ പിന്നെ ലോകം കണ്ടത് അതേ ട്രംപിന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനുമായാണ്. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ പല കടുത്ത നിലപാടുകൾക്കും പിന്നിലെ കരങ്ങൾ ഗ്രഹാമായിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ എതിർത്തതും ഗ്രഹാമാണ്. റഷ്യയുടെ കണ്ണിലെ കരടായ ഗ്രഹാം വെള്ളിയാഴ്ച യുക്രൈനിലെത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യക്കെതിരായ ഉപരോധങ്ങളെക്കുറിച്ച് വരെ പ്രസിഡന്റ് സെലൻസ്കിയുമായി സംസാരിച്ച് മടങ്ങിയെത്തിയ ഉടനെയാണ് മരണം സംഭവിച്ചത്. കീവിലേക്ക് പുറപ്പെടുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഗ്രഹാമിന്റെ അപ്രതീക്ഷിത വിയോഗം പല ചോദ്യങ്ങളും ഉയർത്തി. റഷ്യയ്ക്കും ഇറാനും നേരെ സംശയദൃഷ്ടികൾ ഉയർത്തി സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ നിറഞ്ഞു. 71-കാരനായ ഗ്രഹാമിന്റെ മരണം ഹൃദയധമനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നെന്നുള്ള സ്ഥിരീകരണം വരുമ്പോഴും ചർച്ചകൾ പക്ഷേ അവസാനിച്ചിട്ടില്ല. മരണത്തിന് തൊട്ടു മുൻപും ഗ്രഹാം ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കുടുംബത്തിലെ അംഗത്തെ നഷ്ടപ്പെട്ടെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സെനറ്റിലേക്ക് 5ാം വട്ടവും മത്സരിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് ഗ്രഹാമിന്റെ വിയോഗം സംഭവിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.